നീ എന്താ വൈകിയേ? അത് എൻ്റെ അമ്മയ്ക്ക് ഫിറ്റ്സ് വന്നെന്നും പറഞ്ഞ ലൊക്കേഷനിൽ ആൾ വന്നു. അതെയോ? പിന്നെ അവനെ കൊണ്ട് ഡോക്ടറെ അടുത്തൊക്കെ പോയി തിരിച്ചിവിടെ എത്തിയപ്പോഴത്തേക്കും വൈകി. ഓ. ചേച്ചി എന്തി? അവൾ അവളുടെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു നോക്കി, നീ നിന്റെ കടമൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് അവള് വരുള്ളൂന്ന് പറയണേ. പൊളിയോ? പുളി പോണ്ടാന്ന് പറഞ്ഞവിടുന്ന് ഭയങ്കര ബഹളായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു, പക്ഷെ ആര് കേൾക്കാൻ. നാളെ എങ്ങനെയെങ്കിലും കണ്ണു വെട്ടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ. കഴിക്കണ്ടേ നിനക്ക്? വേണ്ട. പ്രിയശേ, എന്നാ നീ ഇത് വിൽക്കേ പണയം വെക്കേ എന്താ ചെയ്തിട്ട് കടങ്ങൾ വീട്ടാൻ നോക്ക്. അമ്മയുടെ മോന് തരാൻ വേണ്ടി ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി 3 സീൻ കൂടി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ഹലോ, അപ്പം ഇന്ന് നമ്മുടെ സിനിമയുടെ ലാസ്റ്റ് ഷൂട്ടിംഗ് ദിവസമാണ്. ഇങ്ങനൊരു ദിവസം എത്തുമെന്ന് ഇത് തുടങ്ങുമ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചല്ല. പക്ഷെ എങ്ങനെയോ നമ്മളെത്തി. ഇനി നമുക്ക് 3 സീനും കൂടി എടുത്ത് തീർക്കാനുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് പെട്ടെന്ന് നമുക്കത് ചെയ്ത് തീർക്കണം. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് ഇന്ന് ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ സിനിമയില്ല. സോ എല്ലാവരും പെട്ടെന്ന് റെഡിയായി ചാടി ചാടി നിൽക്കണം. ഓക്കെ? സംഭവം റെഡി ആയിട്ടുണ്ട്. അതെ, ഈ പല്ലവിയുടെ അമ്മമ്മ ഉണ്ടല്ലോ ഇരിക്കണ, അവരോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞോട്ടാ. ഞാനിവിടുത്തെ ആർട്ട് ഡയറക്ടറാ, അല്ലാണ്ട് അടുക്കളപ്പണിക്കാരനല്ല. മാറ്. തോളത്ത് കുരിശ്. ഞാൻ മലയാറ്റൂര് പോവുക. വന്നുണ്ടെങ്കിൽ ബാക്കി പിടിച്ചു. ഷിജു ആണ്. അപ്പൊ നിനക്ക് ഫോൺ എടുക്കാൻ അറിയാം. നന്നായി. ഇനി 6 ദിവസം കൂടെ. അത് നീ ആ മാലുണ്ടായി പണയം വെക്ക്. എന്നിട്ട് ആ പൈസ കൊണ്ട് അവൻ്റെ അണ്ണാക്കി തിരികെ കൊടുക്ക്. അല്ല പിന്നെ അത് ശരിയാവൂലടാ. അമ്മയ്ക്ക് ആ മാലയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അച്ഛൻ്റെ എന്ന് പറയാൻ അമ്മയുടെ അത് മാത്രമേ ഉള്ളൂ. അമ്മ സമ്മതിച്ചാലും ഞാനത് കൊണ്ട് കളയുന്നത് ശരിയല്ല. അത് അമ്മയുടെ ഇരുമ്പ് വെട്ടിക്കകത്ത് തന്നെ ഇരിക്കട്ടെ. നമുക്ക് നോക്കാം. ഷൂട്ടിങ് കഴിയാറായല്ലോ. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും. നീ വാ. അഗൈൻ സോറി ധമാൽ, 30-ൽ 1 പോലും മാച്ചിങ് അല്ല. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം നമുക്കറിയുന്ന അല്ലെങ്കിൽ ബന്ധുവായ ഒരു ഡോണറെ കണ്ടെത്തുക എന്നുള്ളതാണ്. ധമാൽ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന്? നിങ്ങൾ തീരെ ഓർക്കാതെ പോയ ആരെങ്കിലും? Black Cats. അപ്പൊ ഇതാണ് സംഭവം. ഇതിൽ ഫ്യൂവൽ വളരെ കുറവുള്ളൂ. ഇത് നമുക്ക് എങ്ങോട്ടാ എറിയേണ്ടത് നോക്കിയിട്ട് ഈ ലൈറ്റർ കത്തിക്കുക. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാണോ എറിയേണ്ടത് അവിടെ കറക്കി അങ്ങോട്ട് എറിയുക. സംഭവം ബ്ലാസ്റ്റ് ചെയ്യും. എനി ഡൗട്ട്? അങ്കിളെ, അതല്ല, ഇത് നമ്മൾ ഉപയോഗിക്കണ സേഫ് ആണ്. ഇത് കൊച്ചു പിള്ളേർക്ക് നമുക്കിതിന്റെ ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ എടുക്കാൻ ഇത് ഉപയോഗിക്കാം. അല്ലാതെ കുട്ടികളുടെ കൊടുക്കാനായി ഡമ്മി വേണം. ഞാനൊന്ന് പറഞ്ഞില്ലേ? ഡമ്മി ടു ഡമ്മി. യു മീൻ ഡമ്മി? അപ്പൊ ഒരു ഡമ്മി ഉണ്ടാക്കണം. പിന്നെ തീർച്ചയായിട്ടും ഡമ്മി നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ. ഇനിയിപ്പോ നമുക്കപ്പോ ഈ സീക്വൻസ് ആദ്യം എടുത്തല്ലേ, എന്ത് തീരും. ഇത് എറിഞ്ഞ് 2 സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങളൊക്കെ ഓടണം. ഓക്കെ അല്ലേ? മാമാ, ഇവരോടുമ്പോ കൂടെ ഞാനും ഓടണ്ടേ? ആ, പിന്നെ നീ ഓടണ്ടേ? എല്ലാവരും ഓടണം കേട്ടോ. അങ്കിളെ, ഇത് എറിയുമ്പോ ഞാൻ ഇവന് ഏതുവരെ ഓടണം? എടാ, നിങ്ങൾ ഓടിപ്പോകുന്നൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും ജസ്റ്റ് ഒരു മൂവ്മെന്റ് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ? പിന്നെ ഇത് എറിഞ്ഞാലും ഇവിടെ തീ പിടിക്കൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഗ്രാഫിക്സിൽ ആഡ് ചെയ്യുക. ഓക്കെ? പേടിക്കൊന്നും വേണ്ട. പേടിയില്ലല്ലോ? ഇല്ല. മേഫലിനോ? ഇല്ല. നിനക്ക്? ഞാനല്ലേ എറിയുന്നേ. ആ, നീ അല്ലേ എറിയണം, പിന്നെ നീ പേടിക്കണ്ട. ഓക്കെ? എടാ, പല്ലവിക്ക് നീ ആ എറിയാനുള്ള ഡമ്മി എടുത്തു കൊടുക്ക. ആ മോളെ, അതെ അവിടെ ഡമ്മി ഇരിപ്പുണ്ട്. കുറച്ച് തിരക്കില്ല. മോളെടുത്ത് പോലെ. ആ ഓക്കെ. എടാ, പിള്ളേരെ കണ്ടിന്യൂറ്റി ഒന്ന് നോക്കിയേക്കണേ. കണ്ടിന്യൂറ്റി നോക്കണോട്ടോ. നീ റെഡി അല്ലേ? ആ, ഞാൻ പിന്നെ നോക്കാം. റെഡി? ആ ഓക്കെ.
മോളത് കത്തിച്ചോ? ആ ഇനി എറിഞ്ഞോ? നേരെ എറിയ്. ആ ഓക്കെ എല്ലാരും വാ.